ചായ പലർക്കും ഒരു ഡ്രിങ്ക് എന്നതിലപ്പുറം ചായ ഒരു ഇമോഷൻ ആണല്ലേ. ചായയോടുള്ള ഈ ഒരു പ്രണയം അങ്ങ് ഓസ്ട്രേലിയ വരെ എത്തിച്ചിട്ടുള്ള ഒരാളുടെ കഥയൊന്ന് കേട്ടാലോ. ഹിയർ ഇസ് ദ സ്റ്റോറി ഓഫ് സഞ്ജിത് കൊണ്ട ഫ്രം ആന്ധ്രാപ്രദേശ്. +2 പഠനശേഷം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടാൻ വേണ്ടിയിട്ട് സഞ്ജിത്ത് ഓസ്ട്രേലിയയിലെ മെൽബോണിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. സഞ്ജിത്തിന്റെ അച്ഛൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. റിയാദ് ആസ്ഥാനമായിട്ടുള്ള സൗദി അറേബ്യൻ ഓയിൽ കോർപ്പറേഷനിൽ ടോപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അമ്മ ഒരു വീട്ടമ്മയും. 11 വയസ്സുള്ളപ്പോൾ തൊട്ട് തന്നെ സഞ്ജിത്ത് അമ്മയെ വീട്ടു ജോലികളിലെല്ലാം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇൻഡിപെൻഡന്റ് ആയി ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്നതാണ് ചെറുപ്പം തൊട്ടുള്ള സഞ്ജിത്തിന്റെ ആഗ്രഹം. എന്നാൽ ആ ഒരു ആഗ്രഹം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണോ? അല്ല. ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, അങ്ങനെ എന്തൊക്കെയോ അല്ലേ. നിരന്തരമായിട്ടുള്ള പരിശ്രമം ഏറ്റവും ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഉയർച്ച താഴ്ചകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും വേണം. അങ്ങനെ സഞ്ജിത്തും ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ പാത്രം വൃത്തിയാക്കുന്നത് തൊട്ടിട്ട് പെട്രോൾ പമ്പുകളിൽ രാത്രികാലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരെ അവസ്ഥ വന്നിട്ടുണ്ട്. ദിവസവും കഷ്ടി ഒരു 4 മണിക്കൂറൊക്കെ മാത്രമേ സഞ്ജിത്തിന് ഉറങ്ങാൻ സാധിച്ചിരുന്നുള്ളൂ. ഫീസ് ഒക്കെ കൃത്യമായിട്ട് അച്ഛൻ അയച്ചു കൊടുക്കാറുണ്ട്. മാത്രമല്ല സഞ്ജിത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും അച്ഛൻ അറിയില്ലായിരുന്നു. പെട്രോൾ പമ്പിലെ ജോലിയിൽ നിന്നും സഞ്ജിത്തിന് ആഴ്ചയിൽ $600 ഓസ്ട്രേലിയൻ ഡോളർ, അതായത് 33,000 ഇന്ത്യൻ രൂപയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ജോലി ചെയ്തതിൽ നിന്നും ഒരു ജോലിയും ചെറുതല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. പിന്നെ പെട്രോൾ പമ്പിലെ ജോലി ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരെ റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയ ശേഷം പിന്നെ ഒട്ടും വൈകിയില്ല സഞ്ജിത്തും സ്വന്തം സംരംഭക സ്വപ്നത്തിന് പുറകെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സഞ്ജിത്ത് കോളേജ് പഠനം ഉപേക്ഷിച്ചു. എന്നിട്ട് മെൽബേണിൽ ഡ്രോപ്പ് ഔട്ട് ചായവാല എന്നുള്ള പേരിൽ ഒരു ചായക്കട തുടങ്ങാൻ വേണ്ടി ആ സമ്പാദ്യമൊക്കെ യൂസ് ചെയ്തു. സഞ്ജിത്ത് ഒറ്റയ്ക്കായിരുന്നില്ല ഇത് സ്ഥാപിച്ചത്. സുഹൃത്തുക്കളായ പ്രീതം, അകുലയും അരുണും സഹസ്ഥാപിതരായിരുന്നു. പ്രീതത്തിന് ഓൾറെഡി ഓസ്ട്രേലിയയിൽ 2 ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരിക്കലും ഒരു തുടക്കമായിരുന്നില്ല. അങ്ങനെ സഞ്ജിത്തിന്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ് പെട്ടെന്ന് തന്നെ ഭയങ്കരമായി വിജയിക്കുകയും ജനപ്രീതി നേടുകയും ചെയ്തു. 2021 ഡിസംബറിൽ 2 ലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ, അതായത് 1.11 കോടി ഇന്ത്യൻ രൂപ നിക്ഷേപത്തോടെ മെൽബേണിലെ എലിസബത്ത് സ്ട്രീറ്റിൽ സഞ്ജിത്ത് ഡ്രോപ്പ് ഔട്ട് ചായവാലയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തുറന്നു. ഒരു വർഷത്തിനുള്ളിൽ ഒരു ചായ ട്രക്ക് ഉൾപ്പെടെ 2 ഔട്ട്ലെറ്റുകൾ കൂടി സ്ഥാപിക്കാൻ സാധിച്ചു. 40 പേര് ജോലിക്കെടുത്തു. മാത്രമല്ല 1 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ, അതായത് 5.57 കോടി രൂപ സമ്പാദിക്കുകയും ചെയ്തു. പിന്നെ വൈകിയില്ല 3ാമത്തെ സ്റ്റോറും തുറന്നു. നികുതിയും മറ്റ് അടവുകളും ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് ചായവാലയുടെ വരുമാനം എന്ന് പറയുന്നത് 6 കോടി രൂപയിലും മേലെയാണ്. പലപ്പോഴും ഒരാളുടെ സക്സസ് മെഷർ ചെയ്യുന്നത് ആ വ്യക്തി എത്രമാത്രം പഠിച്ചെന്നും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നും എത്ര ഡിഗ്രി എടുത്തെന്നും ഒക്കെ നോക്കിയിട്ടാണ്. എന്നാൽ അത് തികച്ചും തിരുത്തി എഴുതിക്കൊണ്ടാണ് സഞ്ജിത് കൊണ്ടയുടെ ഡ്രോപ്പ് ഔട്ട് ചായവാല മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായ വിഷനും പാഷനും ഉണ്ടെങ്കിലും അത് മാത്രമല്ല സഞ്ജിത്തിന്റെ ഈ ഒരു വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത് സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ജീവിതം തന്നെയാണ് ആ 22-കാരൻ ഇന്ന് ജീവിക്കുന്നത്. 22 വയസ്സിൽ തന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഉറപ്പിക്കാം സഞ്ജിത്തിന് ഇനിയും ബിസിനസ് മേഖലയിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടെന്ന്. Like, subscribe and press bell button. Stay tuned for more videos.